നമസ്കാരം. ഒരു മനുഷ്യായുസിൽ നാം എത്ര മണിക്കൂർ ഈശ്വര ചിന്ത, അതല്ലെങ്കിൽ ആത്മീയ ചിന്ത, അതല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്നിങ്ങനെയൊക്കെ നമുക്ക് പറയാം. സെൽഫ് റിയലൈസേഷൻ, മോക്ഷോമേ ഭൂയാതിഥീച്ഛ എന്നൊക്കെ പറയാം. നമുക്ക് മോക്ഷം ലഭിക്കണം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നാം ചിന്തിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തി ഉള്ള ഒരു ചോദ്യമാണ്. ഉദാഹരണം നമുക്കെടുക്കാം. ആയുർ വർഷശതം നൃണാം. ഒരു മനുഷ്യായുസ് 100 വർഷമാണെന്ന് പറയുന്നു. അതിൽ രാത്രി തദർത്ഥം ഗതം, അതായത് അതിൻ്റെ പകുതി രാത്രിയായിട്ട് പോവുകയാണ്. ഒരു ഉദ്ദേശമാണ് ഇതിനെ എക്സാക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് ഇതിനെ കാണരുത്. ഒരു കവിതയെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു, ഒരു സംഗീതത്തെ നാം എങ്ങനെ ആസ്വദിക്കുന്നു എന്നുള്ള ഒരു സോഷ്യൽ മെത്തഡോളജിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു പദ്യമാണ്, ഒരു ശ്ലോകമാണ്, ഇല്ലെങ്കിൽ ഒരു വിഷയമാണ്. അപ്പോൾ രാത്രി തദർത്ഥം ഗതം. അപ്പോൾ ഒരു മനുഷ്യായുസ് 100 വയസ്സാണ്, അതിൽ പകുതി രാത്രിയായിട്ട് പോയി. തസ്യാർദ്ധസ്യ പരസ്യ അർദ്ധം അപരം. അതിൻ്റെ പകുതി ബാല്യകാലവും വൃദ്ധകാലവുമാണ്. ബാല്യത്വ വൃദ്ധത്വയോഹോ എന്ന് പറയുന്നു. അപ്പോൾ ബാല്യകാലം പോയി, അപ്പോൾ 50 കൊല്ലമായി മാറി. 50 കൊല്ലം രാത്രി പോയി. ആ 50 കൊല്ലത്തിൻ്റെ പകുതി 25 കൊല്ലം ബാല്യകാലം, വയസ്സായ കാലം. അതായത് ഒരു 12 കൊല്ലം നമുക്ക് ജനിച്ച ശേഷം 12 കൊല്ലത്തിലേക്ക് ഫ്രീ വിൽ ഇല്ല, സ്വന്തം ഇച്ഛാശക്തി ഒന്നുമില്ല. അച്ഛനമ്മമാർ എന്താണോ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് അധികം ഇച്ഛാശക്തി ഇല്ലാതെ മറ്റൊരാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കേണ്ട ആദ്യത്തെ ഒരു 12 കൊല്ലം. വയസ്സാം കാലത്തും അത് തന്നെയാണ്. മക്കളൊക്കെ ഉണ്ട്, എവിടെ വിളിച്ചാലും അവിടെ പോകണം, അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം, മൂലയിൽ കിടക്കാൻ പറഞ്ഞാൽ മൂലയിൽ കിടക്കുക എന്നിങ്ങനെ തന്നെയാണ്. അങ്ങനെ 25 കൊല്ലം പോയി. തസ്യാർദ്ധസ്യ പരസ്യാർദ്ധം അപരം എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അതിന്റെ പകുതി ഇങ്ങനെ പോയി. ശേഷം വ്യാധി വിയോഗ ദുഃഖസഹിതം. അപ്പോ ബാക്കിയുള്ള 25 കൊല്ലം വ്യാധിയും ഇഷ്ടജനങ്ങളുടെ വേർപാടുമായിട്ട് അങ്ങനെ തീരുകയാണ് എന്ന് ഈ ശ്ലോകം പറയുന്നു. വ്യാധി വിയോഗ ദുഃഖസഹിതം സൗഖ്യം കുതഃപ്രാണിനാം. മനുഷ്യന് സൗഖ്യമുണ്ടോ, സുഖമുള്ള അവസ്ഥയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഈ മനുഷ്യായുസിൽ നാം ഒരു ദിവസം 10 മിനിറ്റ് മാത്രം നാമജപത്തിന് മാറ്റിവെക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ഇന്നത്തെ ഒരു ആവറേജ് ആയുസ് ഒരു മനുഷ്യന് 70 വയസ്സ് എന്നെടുക്കാം. 20 കൊല്ലം ഈ കുട്ടിക്കാലവും വയസ്സാം കാലവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു 50 കൊല്ലം നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഒരു ദിവസം 10 മിനിറ്റ് എന്നുള്ള കണക്കിൽ നമ്മൾ നാമജപം ജപിച്ചു പോരുകയാണെങ്കിൽ വെറും 3000-ൽ ചില്വാനം മണിക്കൂറുകൾ മാത്രമേ ഒരു മനുഷ്യായുസിൽ നാം മാറ്റിവെക്കുന്നുള്ളൂ. ഈ നാമജപം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ചിന്ത, ഇല്ലെങ്കിൽ ആത്മീയ ചിന്ത എന്ത് തന്നെ ആയിക്കോട്ടെ, ആധ്യാത്മിക ചിന്ത എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ 3000-ൽ പരം മണിക്കൂറുകളെ നമ്മൾ ദിവസമാക്കിയാൽ ഒരു 125-126 ദിവസമാകും. അതിനെ മാസങ്ങളാക്കിയാൽ 4 മാസം മാത്രമാണ് 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരുത്തൻ വെറും 4 മാസമാണ് മാറ്റിവെക്കുന്നത് തന്നെക്കുറിച്ചുള്ള ചിന്ത, ആത്മീയ ചിന്ത, ആധ്യാത്മിക ചിന്ത. 10 മിനിറ്റ് മാത്രം ഒരാൾ മാറ്റിവെച്ച. ഇന്നത്തെ കാലത്ത് അതും ഈ മൊബൈൽ നമ്മളിൽ നിന്ന് പറിച്ചെടുത്തു മാറ്റി. എവിടെ നിൽക്കുകയാണെങ്കിലും അപ്പോൾ നമുക്ക് സ്വയം ചിന്തിക്കുവാനുള്ള പ്രേരണയില്ല. ഡോപ്പാമിൻ വന്നു കഴിഞ്ഞു. അപ്പോൾ മൊബൈൽ എടുക്കുന്നു, ഇൻസ്റ്റയിലുള്ള റീൽസ് നമ്മൾ നോക്കുന്നു, ഇല്ലെങ്കിൽ യൂട്യൂബിലുള്ള റീൽസ്, സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം പോവുകയാണ്. ഇന്ന് ഈ ഒരു വിഷയം എടുക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ, ഈ ചിന്ത ഞാൻ ചിന്തിക്കുന്നത് തന്നെ 40-ാമത്തെ വയസ്സിൽ ഇല്ലെങ്കിൽ 45-ാമത്തെ വയസ്സിലാണ്. കാലം പോയി, ഗതകാലം ഫുള്ളായിട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് ആലോചിച്ചു. അതുകൊണ്ട് ഈ ഒരു വിഷയം ഇനിയെങ്കിലും നാം ജാഗരൂകരാകണം. ഒരു ദിവസം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും സ്വന്തമായിട്ട്, ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് തന്നെ പറയുന്നു, നാം നമ്മെ തന്നെ ഉയർത്തുക എന്നുള്ളതാണ്. ലിറ്ററൽ മീനിങ് എഗെയിൻ എടുക്കരുത്. ആരെങ്കിലുമൊക്കെ ലിറ്ററലായിട്ട് മീനിങ് എടുക്കും, തന്നെ പൊക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ കമൻ്റ് അടിക്കും. ഒന്നും പറയാനില്ല. എന്നിരുന്നാലും ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് ഭഗവാൻ പറയുന്നു. നമുക്ക് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും
നിത്യം നാമം ജപിക്കുക, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഉപനിഷത്തുകൾ വായിക്കുക എന്നുള്ള ഒരു സന്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത് ഏവർക്കും പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.